ചെടികളും ഞാനും കൂടെ ഉള്ളത് വേറൊരു ലോകം തന്നെയാണ് കേട്ടോ. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ചെടികളായിരുന്നു എൻ്റെ ലോകം. കുച്ചു ഉണ്ടാകുന്നതിന് മുന്നേ ഞാൻ ചെടികളുടെ കൂടെയായിരുന്നു കേട്ടോ ഫുൾ ടൈം. 3 വർഷം മുന്നേ ഞങ്ങൾ അമേരിക്കയിലോട്ട് മാറി താമസിച്ചപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത എൻ്റെ ചെടികളെയായിരുന്നു. എങ്കിൽ ഇവിടെ വന്നിട്ട് എവിടുന്നെങ്കിലും ചെടികൾ ഒപ്പിക്കാമെന്ന് വെച്ചാലോ അതൊട്ടും നടക്കുന്നില്ല താനും. കടയിലൊക്കെ പോയി നോക്കുമ്പോൾ ചെടികൾക്ക് ഭയങ്കര വിലയായിരുന്നു കേട്ടോ. അവസാനം ഞാൻ കണ്ടുപിടിച്ച മാർഗ്ഗമായിരുന്നു ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ്. ഈ വീട്ടിലെ ഓരോ ചെടികളും ഞാൻ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. ഓരോ ചെടികൾക്കും എന്നോട് ഓരോ കഥകൾ പറയാനുണ്ട് കേട്ടോ. അതിൽ ഏറ്റവും എനിക്ക് സ്പെഷ്യലായിട്ടുള്ളത് ഞാൻ ഈ കൊണ്ടുവരുന്ന ഈ ചെടിയാണ്. ഈ ചെടി എനിക്ക് തന്ന ഒരു പ്രായമായുള്ള ഒരു അപ്പാപ്പനായിരുന്നു കേട്ടോ. ഞാൻ ഈ ചെടി മേടിക്കാനായിട്ട് ആ വീട്ടിൽ പോകുമ്പോൾ ആ അപ്പാപ്പനും ആ വീട്ടിൽ കുറേ ചെടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ചെടിയെ നല്ല സുരക്ഷിതമായിട്ട് നോക്കണം, നല്ല സൺലൈറ്റൊക്കെ കൊടുക്കണം, വെള്ളമൊക്കെ എപ്പോഴും ഒഴിച്ചു കൊടുക്കണം എന്നൊക്കെ ആ അപ്പാപ്പൻ പറഞ്ഞത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. പക്ഷേ എന്തോ അപ്പാപ്പൻ്റെ വീട്ടിൽ നിന്ന് പോന്നിട്ടുള്ള വിഷമമാണോ എന്നറിയത്തില്ല, ആ ചെടി ഒരിക്കലും എൻ്റെ വീട്ടിൽ നല്ല വൃത്തിയായിട്ട് ഇതുവരെ വളർന്നിട്ടില്ല കേട്ടോ.